ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സിനെ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് പ്രെയറാണ്. ഈ പ്രെയർ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ച് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, എന്താണ് പ്രെയർ എന്നുള്ളതൊക്കെ നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് പ്രെയർ പരിചയപ്പെടാം. ആ പ്രെയർ നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം ഇത് എത്ര ദിവസം ചെയ്യണം, ഒരു ദിവസത്തിൽ തന്നെ എത്ര തവണ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ പ്രെയർ എഴുതിയെടുത്തോളൂ. 7 സെൻറ്റൻസുകളാണ് ഈ ഒരു പ്രെയറിലുള്ളത്. ഒന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, എൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അഥവാ ഈ ഒരു പ്രെയർ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ പ്രെയർ ചെയ്യേണ്ടത്. എൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ ഒരു മാറ്റത്തിന് തയ്യാറാണ് എന്നുള്ളതാണ്. ഞാൻ ഒരു മാറ്റത്തിന് തയ്യാറാണ്. മൂന്നാമത്തേത്, ഞാൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്നുള്ളതാണ്. ഞാൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ്. നാലാമത്തെ സെൻറ്റൻസ്, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അഞ്ചാമത്തെ സെൻറ്റൻസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രെയർ ചെയ്യേണ്ടത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ സെൻറ്റൻസ്. ആറാമത്തെ സെൻറ്റൻസ് വരുന്നത്, നീ എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നീ എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇനി ഏഴാമത്തെ സെൻറ്റൻസ്, നിന്നെ എനിക്ക് നൽകിയ ദൈവത്തിന് നന്ദി നന്ദി നന്ദി. ഇത് ചില ആളുകൾക്ക് യൂണിവേഴ്സ് എന്ന് ഉപയോഗിക്കാം. നിന്നെ എനിക്ക് നൽകിയ യൂണിവേഴ്സിന് നന്ദി നന്ദി നന്ദി. അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തിൻ്റെ പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നിന്നെ എനിക്ക് നൽകിയ ദൈവത്തിന് നന്ദി നന്ദി നന്ദി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് 7 സെൻറ്റൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിന് വളരെയധികം പവറുണ്ട്. എസ്പെഷ്യലി പോസിറ്റീവായിട്ടുള്ള പ്രെയറിന് വളരെയധികം ശക്തിയുണ്ട്. ഈ ഒരു പ്രെയർ നിങ്ങൾ ഒരു ദിവസം 7 തവണയാണ് ചെയ്യേണ്ടത്. അത് പല തവണകളായിട്ട് ചെയ്യണം എന്നില്ല. ഇപ്പോൾ മോർണിംഗിലോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപോ നിങ്ങൾ പ്രെയർ ചെയ്യുന്ന സമയത്ത് ഈ 7 സെൻറ്റൻസ് 7 തവണ ആവർത്തിച്ചു പറയുക. ടോട്ടൽ 7 തവണയാണ് ഓരോ സെൻറ്റൻസുകളും പറയേണ്ടത്. അത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ഓരോ സെൻറ്റൻസുകളും വായിച്ചതിന് ശേഷം പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു 6 തവണ കൂടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വായിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഒന്നാമത്തെ സെൻറ്റൻസ് തന്നെ 7 തവണ പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സെൻറ്റൻസിലോട്ട് പോകാം. എങ്ങനെ പ്രെയർ ചെയ്താലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. 7 തവണ ഒരു ദിവസത്തിൽ പ്രേ ചെയ്യണം എന്നുള്ളതാണ്. ടോട്ടൽ ചെയ്യേണ്ടത് 21 ദിവസമാണ്. ഇങ്ങനെ 21 ദിവസം തുടർച്ചയായിട്ട് പോസിറ്റീവായിട്ടുള്ള ഈ ഒരു സയൻറ്റിഫിക് പ്രെയർ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയിട്ടുള്ള, നിങ്ങൾ സ്നേഹിച്ചിരുന്ന, നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരമോ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഈ വീഡിയോവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.